ഈ ഓണക്കാലത്ത് നിരവധി ചിത്രങ്ങളാണ്, മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ എത്തിയത്. അവയെല്ലാം തന്നെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലേക്ക് ഒരു കുഞ്ഞു ചിത്രം കൂടി എത്തുകയാണെന്ന് കപ്പ്. നവാഗത സംവിധായകൻ സഞ്ജു വി സാമുവലാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സഞ്ജു വി സാമുവൽ ഇപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കൂടെ ചേരുകയാണ്. എന്താണ് കപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകൾ? യെസ്, കപ്പ് ഒരു ചെറിയൊരു സ്പോർട്സ് മൂവിയാണ്. അത് ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിൽ വെള്ളിത്തൂവൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബാഡ്മിൻ്റൺ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന കഥയാണ്. ഇതിൽ പ്രധാന താരങ്ങളായിട്ട് വരുന്നത് മാത്യു തോമസ്, ബേസിൽ ജോസഫ്, ഗുരു സോമസുന്ദരം, നമിത പ്രമോദ്, അനിക സുരേന്ദ്രൻ, പിന്നെ ഒരു പുതിയ കുട്ടി റിയ, കാർത്തിക് വിഷ്ണു, ഇവരൊക്കെയാണ് പ്രധാന താരങ്ങളായിട്ട് വരുന്നത്. അങ്ങനെ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന നമ്മുടെ വില്ലേജ് ടൂർണമെൻറ്റുകളും കാര്യങ്ങളൊക്കെ, അതുപോലുള്ള ഒരു ഷട്ടിൽ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. ചിത്രത്തിലെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ വളരെ മനോഹരമായ പാട്ടുകളാണ് ചിത്രത്തിന്റെ ഭാഗമായി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. യെസ്, പാട്ടുകൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. അത് ഷാൻ റഹ്മാനാണ് പാട്ടിൻ്റെ മ്യൂസിക്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്ത്. ഒരു റാപ്പ് സോങ് ഉണ്ട്, അത് RC എന്ന് പറയുന്ന ആളാണ് ലിറിക് എഴുതി പാടിയിട്ടുണ്ട്. അപ്പം ഇനി ഏകദേശം പാട്ടുകളെല്ലാം 5 പാട്ടുകളാണുള്ളത്. അതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അത് സിനിമയ്ക്കും കിട്ടുന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആദ്യ ചിത്രമാണ്. നിരവധി ചിത്രങ്ങളുടെ സംവിധായകൻ ആ റോളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായി സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഈ സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? സിനിമയിലേക്കുള്ള കടന്നുവരവെന്ന് പറയുന്നത്, ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ സിനിമ ഒരു ലക്ഷ്യമായിട്ടൊരു +2 ഒക്കെ പഠിക്കുന്ന സമയം മുതൽ സിനിമ നമ്മൾ കൂടുതൽ കാണുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം ചെറുതായിട്ട് അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നീടുള്ള സുഹൃത്തുക്കളുണ്ട്. ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഒരു ലിഗേഷ് കൃഷ്ണ, ലതീഷ്, ഈ 2 സുഹൃത്തുക്കളുടെ ഇടയിൽ ഇരുന്നാണ് ഞാൻ പഠിച്ചത്. ഇവരെപ്പോഴും സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സംസാരം ഇങ്ങനെ കേട്ട് അവർ സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ പിന്നീട് സംഭവിച്ചത് കേട്ടിരുന്ന് ഞാൻ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ സിനിമ ഒരു ഫിലിം സ്കൂളിൽ, നിയോ ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അസിസ്റ്റൻറ്റ് ഡയറക്ടറായി 3 സിനിമകൾ അസിസ്റ്റ് ചെയ്തിരുന്നു. ഓം ശാന്തി ഓശാന, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, അമർ അക്ബർ അന്തോണി. ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് സ്വന്തമായിട്ടുള്ള ഡെബ്യൂട്ട് മൂവിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. ശേഷം ആദ്യ സിനിമ കപ്പിലേക്ക് പ്രവേശിച്ചു. എത്ര വർഷം എടുത്തു ഈ ചിത്രത്തിലേക്ക്? സിനിമ ഞാൻ പഠിക്കുന്ന സമയം കഴിഞ്ഞ് 2014 ഫസ്റ്റ് അസിസ്റ്റ് ചെയ്ത മൂവി. അതിനുശേഷം ഇപ്പോൾ 24 എന്ന് പറയുമ്പോൾ 10 വർഷം കറക്റ്റ്. സഞ്ജു സംസാരിക്കുമ്പോൾ പറഞ്ഞു പോയൊരു ഭാഗമുണ്ട്, ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നതെന്ന്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കൗതുകം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ചീമേനിയാണ് സ്വദേശം. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ കുറച്ച് 3-4 വർഷങ്ങളായി കാസർഗോഡ് നിന്ന് പുതിയ സിനിമകൾ ഉണ്ടാകുന്നു. കാസർഗോഡ് പശ്ചാത്തലമായി പുതിയ സംവിധായകർ വരുന്നു, പുതിയ സിനിമാ താരങ്ങൾ വരുന്നു. അതിലേറ്റവും ഒരു ഒടുവിലത്തെ കണ്ണി, കാസർഗോഡിൻ്റെ പേര് മലയാള സിനിമയിലേക്ക് അടയാളപ്പെടുത്തുന്ന ഒരു കണ്ണിയായി സഞ്ജു കൂടി എത്തുകയാണ്. യെസ്, അത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണെന്ന് പറയുമ്പോൾ, ചീമേനിയാണ് എൻ്റെ ഗ്രാമം, കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഇവിടെ സിനിമ ഷൂട്ടുകളൊക്കെ നിരവധി നടക്കുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആളുകളൊക്കെ സിനിമയിലുണ്ട്. അവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അടുത്തറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെ തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ അയൽപക്കക്കാരും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു അവൻ എത്തും എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷ എനിക്ക് ഭയങ്കര ഒരു വൈബ് തന്നിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഇന്നത്തെ ദിവസം ഇത് റിലീസാകുന്നു. ഇത് റിലീസാകുമ്പോൾ എനിക്ക് അവരെ കൂടെ ഓർക്കാതെ പോകാൻ കഴിയില്ല. ഏതായാലും ആദ്യ സിനിമയുടെ ഒരു ആകാംക്ഷ മനസ്സിലുണ്ടാവും. ഈ അവസാന മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് പ്രതീക്ഷ? തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? കപ്പിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? യെസ്, ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ബാഡ്മിൻ്റൺ മൂവിയാണ്. താരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ താരങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ്, ബേസിൽ ജോസഫ്, മാത്യു തോമസ് ഒക്കെ. അപ്പോൾ ആ ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷ വെച്ച് തിയേറ്ററിലോട്ട് പോകുന്നു. എനിക്ക് അപ്പോൾ അവർക്ക് ആ പ്രതീക്ഷ തെറ്റിക്കാതിരിക്കണം. തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ക്രൂവും ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം. ആ ഒരു ട്രൈയിങ് ഒരു ഫലത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ ആളുകളും ഈ ഓണക്കാലമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് കുറേ ഞങ്ങളുടെ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് അതിലുള്ള വിഷ്വൽസൊക്കെ ഓണമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സിനിമ ശരിക്കും ഒരു ഏപ്രിൽ മാസത്തിലെ ദുഃഖ വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് നവംബർ മാസം അവസാനിക്കുന്ന തരത്തിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഓണവും നമ്മുടെ മഴയും അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി, ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മേക്കിംഗ്, അങ്ങനെയാണ് ഈ സിനിമ ഞങ്ങൾ ഇന്നത്തെ ദിവസം ആളുകളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നത്.
എന്തായാലും ആശംസകൾ. ആ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേക്ഷകരുടെ കപ്പ് നേടിക്കൊണ്ട് വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.